ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നേരം വെക്കുമ്പോൾ തന്നെ ഇപ്പം എന്നുള്ള പരിപാടി ഇതാണ് കേട്ടോ. ചോറും സോയാബീനും മുരിങ്ങൻ്റെ താളിപ്പൊക്കെ പാടെ ഒന്ന് കൂട്ടി കുഴച്ചിട്ടാണ് കുടിച്ചിട്ടാണ്. അത് കോഴിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോഴിക്കുട്ടികൾ വടക്കണയിൽ ഇങ്ങനെ ചട്ടിൻ്റെയും കൊടുക്കേണ്ട ഒച്ചപ്പാട് കേട്ടാ തുടങ്ങും. കോഴിക്കുട്ടികൾ കൂട്ടിക്കിടന്നിക്കാണ്ട് ഒച്ചപ്പാടുണ്ടാക്കൽ. അപ്പോൾ ഓരോ കാത്തിലാണ് തീരുമാനമാക്കി കഴിഞ്ഞിക്കാണ്ട് നമ്മൾ അടുക്കള പണിക്കാൻ തുടങ്ങിയാൽ ഒരു സമാധാനം ഉണ്ടാവും. കോഴിക്കുള്ളത് തിന്നാളതൊക്കെ വെച്ച് കൊടുത്തിക്കാണ്ടേ ഈ കാക്കച്ചാടെ ഒരു സുഖം കൊടുക്കൂല കേട്ടോ. ഞങ്ങൾക്ക് തിന്നാനൊരു സുഖം കൊടുക്കൂല. നാറ്റ് എവിടുന്നാന്ന് അറിയില്ല വന്ന് ചാടുന്നതാണ്. അപ്പം ഇന്ന് രാവിലത്തെ കടി എന്താ വെച്ചാൽ ഗോതമ്പത്തിൻ്റെ ഗോതമ്പ് നുറുക്കല്ല കേട്ടോ റവ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കണ്. തേങ്ങയും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പാർന്നിക്കാണ്ട് 2 കപ്പ് ഗോതമ്പ് നുറുക്കക്ക് ഒരു 3 കപ്പ് വെള്ളം അതാണ് പാർന്ന് കൊടുത്തിരിക്കുന്നത്. നല്ല ഉദർച്ചയിലും കിട്ടിക്കോളും. അതുകൊണ്ട് ഒറ്റ വിസിലാണ് അടുപ്പിച്ചിട്ട് ആവി അതിന് ശേഷം അങ്ങോട്ട് തുറന്നുകൊണ്ട് ഇളക്കിയിട്ടാലേ ചൂടാറിയാൽ നല്ല ഉദർച്ചയിൽ കിട്ടും. അപ്പോൾ അതടായി. അപ്പം ഇന്ന് ഉച്ചക്കത്തെ പരിപാടി എന്താ വെച്ചാൽ പടവലങ്ങ കറിയും പയറുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് പടലങ്ങ കുക്കറിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. പയറുപ്പേരിയും തന്നെ അതേപോലെ ചട്ടിയിട്ടാണ് ഇട്ടുകൊണ്ട് അതുകൊണ്ട് തൂമ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പണി എളുപ്പം കഴിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഗ്യാസുമ്മലൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കാനുള്ള സമയമില്ല. ഇന്നൊന്ന് പുറത്ത് പോകണ ആവശ്യമുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് എളുപ്പമാണ് പരിപാടിയൊക്കെ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കറിയൊക്കെ കഴിക്കണേ. ഇനിയൊന്ന് കടുക് വറുത്ത് കണ്ടിട്ടാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്ന് പുറത്ത് പോകണം. കുട്ടികളെ സ്കൂളൊക്കെ പറഞ്ഞേച്ച് പോയി വരാമെന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സോപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്താക്ക് ചന്തി കൊണ്ടുവയ്ക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാനും പിന്നെ നമ്മൾ സൈനൂട്ടൻ്റെ മുടി ഇട്ടിച്ചാനൊക്കെ പാടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓർക്ക് കൊണ്ടുപോയി കൊടുത്തിക്കാണ്ട് നമ്മളവിടുന്ന് പോകുന്നു. അപ്പോൾ ആ താത്താൻ്റെ അടുത്ത് നിന്ന് ഒരു അച്ചാറിൻ്റെ കുപ്പിയും അതേപോലെ ഒരു തേനിൻ്റെ കുപ്പിയൊക്കെ മേടിച്ച് കണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ. ഓർക്ക് ഹോൾസെയിൽ വിലക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാ നമ്മളെ വീട്ടിലെ വീട്ടമ്മമാർ ഓരോ സംരംഭങ്ങൾ തുടങ്ങിക്കാണ്ട് വിജയിച്ചവരാണ് കേട്ടോ ഇവരൊക്കെ. ഇതാ കണ്ടില്ല നിങ്ങൾ, വെറുതെ ഇരിക്കേണ്ട വീട്ടിലിങ്ങനെ നമ്മളെ പെരയിലെ പണിയും സോലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെറുതെ തീർക്കല്ലേ. അപ്പം കുറച്ചെന്തെങ്കിലുമൊക്കെ കൈത്തൊഴിൽ പിടിയാണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിയാൽ അവനാൻ്റെ കൈക്ക് എന്തെങ്കിലും ഒരു വരുമാനം വരണമല്ലോ എന്ന് കരുതിക്കാണ്ടേ ഓരോ വീട്ടമ്മമാരെ കഴിവുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഒരു അച്ചാറിൻ്റെ കുപ്പി എടുത്തത്. അപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങൾ, നല്ല അച്ചാറാണ്, അച്ചാറാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കണതില്ല, വീട്ടമ്മമാരെ കൈപ്പുണ്യം, നല്ല സാറാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്നിട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണെങ്കിൽ ലൈക്ക് അടിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതിയതായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നല്ല ചീരാപ്പറങ്കിണ്ട്, നല്ല മത്തൻ്റെലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൊടികൾ എല്ലാ സാധനവും ഉണ്ട്. ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ.